ഇത് കൃഷ്ണായുർവേദയുടെ ഒരു വാഴ കൃഷിയുടെ ഒരു കൊച്ചു വീഡിയോയാണ്. സാധാരണ ഈ വേനൽക്കാലത്ത് വെള്ളം അധികം ലഭ്യമല്ലാത്തതുകൊണ്ട് വാഴകളൊക്കെ ഉണങ്ങി വലിയ കരുത്തൊന്നുമില്ലാതെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് തൈവാഴയാണ്, അധികം നാളൊന്നും ആയിട്ടില്ല നട്ടിട്ട്. ഇത് റോബസ്റ്റയാണ്, ഇത് ഏത്തനാണ്, ഏത്തവാഴയാണ്. കൊടിയുടെ വെറ്റില കൃഷിയുടെ സൈഡിലായിട്ട് വശങ്ങളിലായിട്ട് നമ്മൾ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് ജൈവ വളങ്ങൾ ഇട്ട് ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, കമ്പോസ്റ്റ് ഇതൊക്കെ ഇട്ട് കുമ്മായം ഒക്കെ ഇട്ടാണ് നട്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് ചെറിയ തോതിൽ ദൂരെ കൂട്ടി 1-1.5 അടി ദൂരെ കൂട്ടിയിട്ട് നമുക്ക് ഈ കാൽസ്യത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് കുമ്മായം ചേറി കൊടുക്കാൻ സാധിക്കും. കുമ്മായപ്പൊടി ചേറി കൊടുക്കാം. ഒരു ചെറിയ തോതിൽ, വളരെ വലിയ അളവിലല്ല, ചെറിയ തോതിൽ നമുക്ക് അതിന് മുകളിൽ മാന്തിയൊന്നും ഇടണ്ട, മുകളിലൊന്ന് ചേറി കൊടുത്തിരുന്നാൽ മതി. ആവശ്യത്തിനുള്ളത് അത് വലിച്ചെടുത്തോളും. പിന്നെ നമുക്ക് ഈ ബോറോണിൻ്റെയൊക്കെ കുറവിന് അതൊക്കെ ചെറിയ തോതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇലയ്ക്ക് പച്ചപ്പ് കുറവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മഗ്നീഷ്യം ചെറിയ തോതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു നിശ്ചിത, നമുക്കറിയാമല്ലോ വളപ്രയോഗം നടത്തുമ്പോൾ ഒരു വളം ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടുത്ത രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പൂർണ്ണമായും ജൈവ രീതിയിൽ ചെയ്താൽ തന്നെ വാഴയ്ക്ക് വലിയ പ്രശ്നം, അടിവളം നന്നായിട്ട് ഇട്ട് കൊടുത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കയറി വരുന്നതാണ്. വേപ്പും പിണ്ണാക്ക് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ ഈ കീടങ്ങളുടെ മാണപ്പുഴു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിണ്ടിപ്പുഴു, മാണപ്പുഴു ഉള്ള പ്രശ്നങ്ങളൊക്കെ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാൽസ്യത്തിൻ്റെയൊക്കെ അഭാവം കൊണ്ടുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ കാൽസ്യം നമ്മളിതുപോലെ തൂക്കി കൊടുക്കുന്നുണ്ട്, ഈ കുമ്മായപ്പൊടി തൂക്കി കൊടുക്കുന്നുണ്ട് അത് മാറിക്കിട്ടും. അപ്പോൾ വാഴ കൃഷിയിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, പിന്നെ സാധാരണ നമ്മുടെ വളപ്രയോഗങ്ങൾ മുറയ്ക്ക് ചെയ്തു കൊടുക്കുക. വാഴ കൃഷിയിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വാഴയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കും. ഇപ്പോൾ വേനൽ മഴ പെയ്തിട്ടുണ്ട്, ഇപ്പോഴിതിനൊക്കെ നല്ല പറ്റിയ സമയമാണ്. പിന്നെ 4 ദിവസം കൂടുമ്പോഴെങ്കിലും വാഴയ്ക്ക് ഒരു നന കൊടുത്താൽ നല്ലതാണ്. എന്നും ഒരു നേരമെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അത്ര നല്ലത്. ഈ മഴയത്തല്ല, വേനൽ കടുക്കുന്ന സമയങ്ങളിലെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ വെള്ളമില്ലെങ്കിൽ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലല്ലോ. 4 ദിവസം 5 ദിവസം കൂടുമ്പോഴെങ്കിലും നനച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഇതാണ് വാഴ കൃഷിയിലെ നമ്മുടെ അറിവ്. ഈ വാഴ കൃഷിയിലും മറ്റുള്ളവർക്ക് ഈ വളപ്രയോഗങ്ങളെക്കുറിച്ചൊക്കെ ഈ കമൻ്റായിട്ട് അടിയിലൊന്ന് രേഖപ്പെടുത്തിയാൽ അതും എല്ലാവർക്കും പ്രയോജനം ചെയ്യും. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യും.